വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ യോഹന്നാൻ രചിച്ച നമ്മുടെ കർത്താവിശ്വമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 8, 48 മുതൽ 59 വരെയുള്ള വാക്യങ്ങൾ. അബ്രാഹത്തിന് മുൻപ് ഞാനുണ്ട്. യഹൂദർ പറഞ്ഞു, നീ ഒരു സമറിയാക്കാരനാണെന്നും നിന്നിൽ പിശാചുണ്ടെന്നും ഞങ്ങൾ പറയുന്നത് ശരിയല്ലേ? യേശു പറഞ്ഞു, എനിക്ക് പിശാചില്ല. ഞാൻ എന്റെ പിതാവിനെ ബഹുമാനിക്കുന്നു. നിങ്ങളാകട്ടെ എന്നെ അപമാനിക്കുന്നു. ഞാൻ എന്റെ മഹത്വം അന്വേഷിക്കുന്നില്ല. അത് അന്വേഷിക്കുന്നവനും വിധികർത്താവുമായ ഒരുവനുണ്ട്. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും എന്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല. യഹൂദർ പറഞ്ഞു, നിനക്ക് പിശാചുണ്ടെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് വ്യക്തമായിരിക്കുന്നു. അബ്രാഹാം മരിച്ചു, പ്രവാചകന്മാരും മരിച്ചു. എന്നിട്ടും എന്റെ വചനം പാലിക്കുന്ന ഒരുവനും ഒരിക്കലും മരിക്കുകയില്ല എന്ന് നീ പറയുന്നു. ഞങ്ങളുടെ മരിച്ചുപോയ പിതാവായ അബ്രാഹത്തേക്കാൾ വലിയവനാണോ നീ? പ്രവാചകന്മാരും മരിച്ചുപോയി. ആരാണെന്നാണ് നീ അവകാശപ്പെടുന്നത്? യേശു പറഞ്ഞു, ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ എന്റെ മഹത്വത്തിന് വിലയില്ല. എന്നാൽ നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ വിളിക്കുന്ന എന്റെ പിതാവാണ് എന്നെ മഹത്വപ്പെടുത്തുന്നത്. എന്നാൽ നിങ്ങൾ അവിടത്തെ അറിഞ്ഞിട്ടില്ല. ഞാനോ അവിടത്തെ അറിയുന്നു. ഞാൻ അവിടത്തെ അറിയുന്നില്ല എന്ന് പറയുന്നെങ്കിൽ ഞാനും നിങ്ങളെ പോലെ നുണയനാകും. എന്നാൽ ഞാൻ അവിടത്തെ അറിയുകയും അവിടത്തെ വചനം പാലിക്കുകയും ചെയ്യുന്നു. എന്റെ ദിവസം കാണാം എന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ പിതാവായ അബ്രാഹാം ആനന്ദിച്ചു. അവൻ അത് കാണുകയും സന്തോഷിക്കുകയും ചെയ്തു. അപ്പോൾ യഹൂദർ പറഞ്ഞു, നിനക്ക് ഇനിയും 50 വയസ്സായിട്ടില്ല, എന്നിട്ടും നീ അബ്രാഹത്തെ കണ്ടുവെന്നോ? യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രാഹാം ഉണ്ടാകുന്നതിനു മുൻപ് ഞാനുണ്ട്. അപ്പോൾ അവർ അവനെ എറിയാൻ കല്ലുകൾ എടുത്തു. എന്നാൽ യേശു അവരിൽ നിന്ന് മറഞ്ഞ് ദേവാലയത്തിൽ നിന്ന് പുറത്തുപോയി. ജീവിതത്തിലുടനീളം യേശു അഭിമുഖീകരിക്കാനിടവന്ന പ്രതിസന്ധികളിൽ ചിലത്. യേശുവിന്റെ ജീവിതകാലത്തിൽ ഉടനീളം അഭിമുഖീകരിക്കാൻ ഇടവന്നിട്ടുള്ള പ്രതിഭാസത്തിന്റെ ഭാഗികമായിട്ടുള്ള അവതരണമാണ് ഈ സുവിശേഷ ഭാഗം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. യഹൂദ വംശത്തിലും ഗോത്രത്തിലും പിറന്നവനായിട്ടുള്ള യേശു ഏറ്റവും കൂടുതൽ എതിർപ്പുകളും പ്രതിഷേധങ്ങളും തെറ്റിദ്ധാരണകളും ഏൽക്കാനിടവന്നിട്ടുള്ളത് യഹൂദരുടെ ഇടയിൽ നിന്ന് തന്നെയാണ് എന്നുള്ളതാണ് വിരോധാഭാസം. ഈ ഒരു സത്യം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയായിരിക്കാം വിശുദ്ധ യോഹന്നാൻ അന്യത്ര സുവിശേഷത്തിലൂടെ വ്യക്തമാക്കുന്നത്. അവൻ സ്വകീയരുടെ ഇടയിലേക്ക് വന്നു, എന്നാൽ സ്വകീയർ അവനെ സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ നാം ധ്യാന വിഷയമാക്കിയിരിക്കുന്ന സുവിശേഷത്തിൽ ഒരു പറ്റം യഹൂദർ യേശുവിനെ പിശാച് ബാധിതനും ദുർമന്ത്രവാദിയുമാണ് എന്ന് സമർത്ഥിക്കാനുള്ള ബദ്ധപ്പാടിലാണ്. അതിന് അവര് നിരത്തുന്ന യുക്തിരഹിതമായിട്ടുള്ള വാദമുഖങ്ങൾ സശ്രദ്ധം ശ്രവിച്ചതിനു ശേഷം യേശു യുക്തിഭദ്രമായ രീതിയിൽ അവരെ പ്രതിരോധിക്കുന്നതാണ് ഈ സുവിശേഷ ഭാഗത്തിലൂടെ നമുക്ക് കാണാനാവുക. അവരുടെ വാദമുഖങ്ങൾ യഥാർത്ഥത്തിൽ യുക്തിസാഹസമല്ല. അവർ തന്നെ വിശ്വസിക്കുന്ന വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള പല ഭാഗങ്ങളും യേശു ഉദ്ധരിച്ചുകൊണ്ട് യുക്തിഭദ്രമായ രീതിയിൽ അതിനെ ഖണ്ഡിക്കുന്നതായിട്ട് നാം കാണുന്നു. അങ്ങനെ ഖണ്ഡിക്കുന്ന തരത്തിലുള്ള ഉത്തരങ്ങൾ യേശുവിൽ നിന്ന് വന്നപ്പോൾ യഹൂദന്മാർക്ക് ഒരു തരത്തിൽ ഗതിമുട്ടിയിട്ടെന്ന വിധത്തിൽ അതിനെ വേണ്ട വിധത്തിൽ പ്രതിരോധിക്കാനുള്ള വാദമുഖങ്ങൾ അവർക്കില്ലാത്തതിന്റെ അടിസ്ഥാനത്തിലും കൂടിയാകാം
യേശുവിനെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നതിനുള്ള പുറപ്പാടിലായി അവർ യേശുവിനെ വധിക്കുന്നതിനു വേണ്ടി തന്നെയുള്ള പരിശ്രമം നാം ഇവിടെ കാണുന്നു. കല്ലെറിഞ്ഞ് യേശുവിനെ കൊല്ലുന്നതിനുള്ള പരിശ്രമമാണ് ഈ സുവിശേഷത്തിലൂടെ വ്യക്തമാക്കപ്പെടുന്നത്. എന്നാൽ യേശുവിനെ നന്നായിട്ട് അറിയാം, തന്റെ സമയം ഇനിയും സമാഗതമായിട്ടില്ല എന്ന്. മരിക്കുന്നതിനായിട്ട് പലതും ഇനിയും ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ ഒരു തരത്തിൽ പറഞ്ഞാൽ അവിവേകപരമായിട്ടുള്ള പെരുമാറ്റത്തിൽ നിന്ന് ബോധപൂർവം തന്റെ ദൈവിക ശക്തി ഉപയോഗിച്ചുകൊണ്ട് അപ്രത്യക്ഷമാകുന്ന യേശുവിനെയാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ വിശുദ്ധ യോഹന്നാൻ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്.